ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു നാളികേരമാണ്, അതായത് മീഡിയം സൈസ് ഒരു നാളികേരം എടുത്തിട്ടുണ്ട്. ഒരു 5-6 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ ഇത് മല്ലി എടുത്തിട്ടുണ്ട്, മുഴുവൻ മല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-20 കുരുമുളക് എടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് പുളിങ്ങ എടുത്തിട്ടുണ്ട്. ഈ പുളിങ്ങ ഉണ്ടല്ലോ, നമ്മൾ ഇട്ട് നോക്കിയിട്ട് പുളി പാകത്തിനാണോ നോക്കി വേണ്ടത് ചേർത്താൽ മതി. ഒരു നുള്ളേ ചേർക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ 2-3 തണ്ട് കറിവേപ്പില, കുറച്ച് ചെറിയ ഉള്ളി. ഇനി ഇതിൽ വേണ്ടവർക്ക് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി ഇതൊക്കെ ചേർക്കാം. പക്ഷെ ഞാനത് ചേർക്കുന്നില്ല. എനിക്ക് ആ ടേസ്റ്റ് അതിലോട് ചേർക്കുമ്പോൾ അത്രയ്ക്ക് നന്നായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇതാദ്യം തന്നെ നമുക്ക് ഈ നാളികേരം നന്നായി ചുമക്ക വറുത്തെടുക്കണം. അതിനുശേഷം എല്ലാ സാധനങ്ങളും ഇട്ട് വറുത്തെടുക്കണം. അല്ലാണ്ട് സെപ്പറേറ്റ് അല്ല വറുത്തെടുക്കേണ്ടത്, ഓരോന്നും എല്ലാം ഒപ്പാണ് ചെയ്യേണ്ടത്. അതായത് നാളികേരം മുമ്പ് ഒന്ന് വറുത്തെടുക്കുക, കുറച്ച് പകുതി വറവാകുന്ന സമയത്ത് ഈ സാധനങ്ങളെല്ലാം കൂടി വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ ശരി, എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരു കടായി അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട. നാളികേരത്തിൽ നിന്ന് ഓൾറെഡി എണ്ണ കിനിഞ്ഞ് വരുന്നതാണ്, നമുക്ക് എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ആദ്യം തന്നെ നമുക്ക് നാളികേരം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, ഗ്യാസിൻ്റെ ഫ്ലെയിം ഒരു 2 മിനിറ്റ് കുറച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. കാരണം ഇതിലൊരു ഈർപ്പുണ്ടാവുമല്ലോ നാളികേരത്തിന്, അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് കൈ വിടാതെ ഇളക്കിയെടുക്കണം. അല്ലെങ്കിൽ ഒരു ഭാഗം നന്നായി മൂത്തുപോവും, ഒരു ഭാഗം മൂക്കാതെയാവും. അറിയാലോ, നാളികേരത്തിൻ്റെ അടിഭാഗം നന്നായി മൂത്തുപോവും, മോൾ ഭാഗം മൂക്കാതെയും കിടക്കും. അപ്പോൾ കുറച്ച് സമയം വട്ട തിരിച്ചിലുണ്ട്, അതായത് നന്നായി നിന്നിട്ട് ഇളക്കിയെടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ 2 മിനിറ്റ് നിന്ന് ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് നന്നായി വാർന്ന് വരട്ടെ. ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് ഈ സാധനങ്ങൾ, ഈ ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇപ്പം നാളികേരം അതിലത്തെ ആ നീരൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അതായത് ആ പച്ച ഇതില്ലേ, നമുക്ക് അറിയാലോ, നാളികേരം ചിരണ്ടി ഉടനെ ഒരു കുറച്ച് വെള്ളം നനവ് ഉണ്ടാവുമല്ലോ, അത് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇനി നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയത്തിലേക്ക് ആക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഓരോന്നും ചേരുവകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉണ്ടല്ലോ, ഈ മുളക് നമുക്ക് ഒരു 4-5 എണ്ണം ഓൾറെഡി വറുത്തെടുക്കാം. അരയ്ക്കണ സമയത്ത്, അതായത് നമുക്ക് പൊടിച്ചെടുക്കണ സമയത്ത് വേണമെങ്കിൽ ഒന്ന് 2 എണ്ണം മാറ്റി വെച്ചിട്ട് പൊടിച്ചെടുക്കാം. കാരണം എരിവ് കൂടുതലാവുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ മാറ്റി വെച്ചിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. എന്തായാലും ഇപ്പം നമുക്ക് 5-6 എണ്ണം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരും അങ്ങനെ ചെയ്യാം, കറക്റ്റ് കണക്ക് അനുസരിച്ച് ചെയ്യേണ്ടത്. 2 എണ്ണം കൂട്ടിയിട്ട് കൊടുക്കുക. ചിലപ്പോൾ മുളകിൻ്റെ എരിവ് നമുക്ക് അറിയില്ല അത്രയ്ക്ക്. അതുപോലെ തന്നെ മല്ലി, 1 സ്പൂൺ മല്ലി എടുത്ത് വെച്ചിട്ട് അത് ഒരു 10-20 കുരുമുളക് അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളി, ഒരു 10-12 ചെറിയ ഉള്ളിയുണ്ട്, അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതായത് ഇതിനെ നന്നായിട്ട് വറുത്ത് കൊണ്ടുവരണം. അതിനോടൊപ്പം തന്നെ ഈ നാളികേരത്തിൻ്റെ കളറിലേ നല്ല ചുവന്ന കളറാവണം. അതിനോടൊപ്പം ഇത് വറുത്ത് വരണം. ഇനി നമുക്ക് ചേർക്കേണ്ടത് ഇതിൽ കറിവേപ്പിലയാണ്. ഈ കറിവേപ്പില കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ചേർക്കണ്ടു, ഇല്ലെങ്കിൽ ഇത് ആകെ കരിഞ്ഞ പോലെയാവും. അപ്പോൾ അങ്ങനെ ആവാൻ പാടില്ല. അത് കാരണം ഇത് ലാസ്റ്റാണ് ചേർക്കേണ്ടത്. പുളി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചേർക്കാം. കാരണം പുളിങ്ങിക്കിപ്പോൾ അങ്ങനെ വറവണ്ടാവേണ്ട ആവശ്യമൊന്നുമില്ല, അതങ്ങോട്ട് അരയ്ക്കുമ്പോൾ അറിയില്ലോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നന്നായി വറുത്തെടുക്കട്ടെ. അപ്പോൾ ഇത്രയ്ക്ക് മറന്നു വന്നു കഴിഞ്ഞാണ്ടല്ലോ, നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ, ഇതിലേക്ക് നമുക്ക് നമ്മുടെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയായാൽ പോരാ, അത് ചുവന്ന കളറാവണം. പക്ഷേ ഈ രീതിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരണം അതും കൂടി കിടന്നിട്ട് നന്നായി വരട്ടെ. അതുപോലെ പുളിങ്ങി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുളി നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാൻ, ഇനി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ കേട്ടോ, അരച്ച് നോക്കുമ്പോൾ അറിയാമല്ലോ നമുക്ക്, അതായത് പൊടിച്ച് നോക്കുമ്പോൾ അറിയാം പുളിപ്പ് എങ്ങനെ ഉണ്ടെന്ന്. അതിനനുസരിച്ച് ഞാൻ അപ്പോൾ ഒരു ചെറിയ കഷ്ണം കേട്ടോ, കണ്ടോ, ഇത്ര പോകുന്നൊരു കഷ്ണമാണ് ചേർത്ത് കൊടുത്തത്. ഇതാ ഇത്രയും പോകുന്നൊരു കഷ്ണം ആണ് ചേർത്ത് കൊടുത്തത്. എത്രയേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് പൊടിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ പുളി കുറവുണ്ടോയെന്ന്, അപ്പോൾ കൊടുക്കാറുണ്ട്. കാരണം പുളി അധികമായി കഴിഞ്ഞാൽ നല്ലതല്ല. എല്ലാം ഇതിൽ പുളി, എരിവ് എല്ലാം പാകത്തിന് നിൽക്കണം, അല്ലെങ്കിൽ നല്ലതല്ല. അപ്പോൾ മുളക് പിന്നെ നമുക്ക് 2 എണ്ണം മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ നാളികേരമൊക്കെ നന്നായി മൂത്ത് വന്നു കേട്ടോ. കണ്ടോ, കളറൊക്കെ മാറി വന്നു, നല്ല ചുമപ്പായി വന്നു. ഇനി അധികം ചുമപ്പാക്കിയിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഇനി പിന്നെ അതല്ല, ഇത് വെച്ച് കഴിഞ്ഞാലും കുറച്ചൊന്ന് മൂക്കും. അപ്പോൾ അത് കാരണം ഈ സമയമായി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫാക്കിയിട്ട് ഇത് നന്നായി ഒന്ന് ഇളക്കി ചേർത്ത് ഇതൊന്ന് പാത്രം മാറ്റി വയ്ക്കണം. ഇതിൽ തന്നെ ഈ പാനിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മൂപ്പ്, ആ ചൂട് കാരണം
കൂടിയിട്ട് കരിഞ്ഞ് കച്ചു പോകും കേട്ടോ. അപ്പോൾ അത് ചെയ്യരുത്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഒന്ന് ചൂടാറി കഴിഞ്ഞിട്ട്, ഒരുപാട് ചൂടാറാൻ നിൽക്കരുത്, ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ ഈ മുളക് ഒന്നിച്ച് വറുക്കെടുക്കുക. ഞാനിതിലൊരു 5-6 വറുത്തെടുത്തിട്ടുണ്ട്. ഞാൻ പക്ഷേ ഒരു 2 മാറ്റി വെച്ചിട്ടാണ് ഇത് പൊടിക്കുള്ളൂ. കാരണം എന്നിട്ട് നോക്കും എരിവ് കൂടുതലാണോ കുറവാണോ എന്ന്, അതിനനുസരിച്ച് പിന്നെ ചേർത്ത് കൊടുക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുക, അല്ലാണ്ട് ഒന്നിച്ചിട്ട് ആദ്യം പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് രണ്ടാമത് പിന്നെ വറക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുക. അതുപോലെ തന്നെ പുളി ആവശ്യത്തിന് ചേർക്കുക. പിന്നെ പൊടിക്കണ സമയത്ത് ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കുക. ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പിന്നീട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ശരി, എന്നാൽ നമുക്ക് ഇത് മാറ്റി വെച്ച് ഇനി പൊടിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കണ്ടോ, ഈ രീതിക്കാണ് കേട്ടോ പൊടിച്ചെടുക്കേണ്ടത്. അല്ലാണ്ട് ഒരുപാട് പൊടിച്ചിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ എണ്ണ കിനിയാൻ സമ്മതിക്കരുത്. അതായത് നാളികേരം അറിയാലോ, നന്നായി അരിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞാൽ എണ്ണ കിനിഞ്ഞു വരും. അപ്പോൾ ഇതെന്താ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ മിക്സിയുടെ റിവൈൻഡ് ഇല്ലേ, അത് കൂടെയാണ് നമുക്കിത് ചെയ്യേണ്ടത് കേട്ടോ. അല്ലാണ്ട് മറ്റേ തരത്തിൽ അടിച്ചെടുത്തതിൽ എണ്ണ കിനിഞ്ഞ് വരും. അപ്പോൾ ഇങ്ങനെ ഒരു 3-4 പ്രാവശ്യം ഇങ്ങനെ അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് ഇതങ്ങനെ പൊടി പോലെ ആയിട്ട് വരും കേട്ടോ. നല്ല ഒരുപാട് മിനുസത്തിലല്ല, തരിതരിയായിട്ടാണ് ഇത് അടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ശരി, ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചമ്മന്തിപ്പൊടി ഇവിടെ തയ്യാറായി കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഡ്രൈ ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കുറച്ച് എണ്ണ ചേർത്തിട്ട് ചാലിച്ചിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. ചോറിൻ്റെ കൂടെ വളരെ ടേസ്റ്റിയാണ്. തൽക്കാലം ഇപ്പോൾ കറിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും ഈ ചമ്മന്തിപ്പൊടി കൂട്ടി ചോറുണ്ണാൻ തന്നെ വളരെ ടേസ്റ്റിയാണ്. ചമ്മന്തിപ്പൊടി മാത്രം ഉണ്ടെങ്കിൽ തന്നെ ഇഷ്ടം പോലെ ചോറ് കഴിക്കാം കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, മുളകൊക്കെ ചേർക്കുമ്പോൾ സൂക്ഷിക്കുക. വറുത്ത് വെച്ചാലും പാകത്തിനനുസരിച്ച് ചേർത്തിട്ട് പൊടിക്കുക. അതുപോലെ പുളി വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. എല്ലാം പാകത്തിന് ഉപയോഗിച്ച് തയ്യാറാക്കിയാലാണ് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇത് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ പുറത്ത് വെച്ചാൽ തന്നെ 1-2 ആഴ്ചയൊക്കെ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നല്ല രീതിയിൽ ഉണ്ടാക്കുക, തയ്യാറാക്കുക. പിന്നെ നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ, എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കാണുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണുള്ളൂ കേട്ടോ, അപ്പോൾ കിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ശരി, എന്നാൽ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും വീണ്ടും നന്ദി, നമസ്കാരം.